കുറെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഹൗ ഡു വി ഫൈൻഡ് എ ക്രെഡിബിലിറ്റി ഇൻ എ പേഴ്സണൽ ബ്രാൻഡ്? ക്രെഡിബിലിറ്റിനെ കുറിച്ച് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ആളുകൾ ഓൾറെഡി ആളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക, അല്ലെങ്കിൽ അതല്ലാന്നെങ്കിലും ടെക്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റേ ആഡ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓൾറെഡി ഞാൻ അതിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് അതിൽ കുറച്ച് റിസൾട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇതുപോലെ പല ആളുകളും റിസൾട്ട് ഓൾറെഡി മേക്ക് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ള ആളുകളും ഇതുപോലെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ലാതെ ഞങ്ങൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയൊക്കെ ഉണ്ട്. അതിലൊക്കെ പറയുന്നത് വെച്ചാൽ യങ്ങസ്റ്റ് ബിസിനസ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോടികൾ ടേൺ ഓവറുള്ള കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് PR ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം കമ്പനികൾ ക്രെഡിബിലിറ്റി നമ്മൾ ബാക്ക് എൻഡിൽ പോകുമ്പോൾ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അവർ ചെയ്യുന്ന ബിസിനസ് ആണോ അതോ അവർ ബിഹൈൻഡിൽ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ഇതൊരു മൊണോപ്പൊളി ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ പെട്ടെന്ന് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരിൽ ക്രെഡിബിലിറ്റി അത്ര